ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം പുതിയൊരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ വ്ളോഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം ഞങ്ങള് ഇന്നൊരു IPL മാച്ച് കാണാൻ വേണ്ടിട്ട് പോവാണ്. ചെന്നൈയില് ചെപ്പോക്കില് ചിദംബരം സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് CSK വേഴ്സസ് RCB മാച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് മാർച്ച് 28 ഈവനിങ് 7:30 മാച്ച്. ഇപ്പൊ രാവിലെ ഞങ്ങള് രാവിലെ 7:30 കോയമ്പത്തൂർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇതുവരെ വേറെ സ്റ്റേഡിയത്തിൽ പോയി ക്രിക്കറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. രണ്ടാളും കണ്ടിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ടൈം ആണ്. എക്സൈറ്റഡ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ധോണിനെ കാണാൻ പറ്റും, കോഹ്ലിനെ കാണാൻ പറ്റും. അപ്പോ കാണാം. ഗൈസ്, നമ്മള് കോയമ്പത്തൂർ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. നമ്മള് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. 2 ദിവസം അപ്പൊ നമ്മളുടെ കാറ് നാളെ വരെ നമ്മുടെ കാർ ഇവിടെ ആയിരിക്കും. സേഫ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പോകാൻ പോണ ഫ്ലൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെന്നൈയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ചെന്നൈ എത്തി. നമ്മളുടെ ബാഗ് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. നമ്മൾ ചെന്നൈ എഗ്മോറിലെ റമദ ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം നമ്മളുടെ ചിദംബരം സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റേഴ്സ് അവയാണ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂം എത്തി ഫ്രഷായി. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 3:45. അപ്പോൾ 7:30 കളി. നമുക്ക് പോയിട്ട് ഇവൾക്ക് RCBൻ്റെ ജേഴ്സി ഉണ്ട്, എനിക്ക് ചെന്നൈൻ്റെ ജേഴ്സി വാങ്ങണം. എൻ്റെ കയ്യിൽ ഉള്ളത് കഴിഞ്ഞ വർഷത്തെ ജേഴ്സിയാണ്, അത് കുറേ കറയൊക്കെയായി. അപ്പോൾ പോയി ഒരു ജേഴ്സി വാങ്ങണം. എന്നിട്ട് അവിടുത്തെ പരിപാടി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മളുടെ മാച്ചിൻ്റെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ടിക്കറ്റൊക്കെ ഓൺലൈൻ സെയിൽസിൻ്റെ ആ ടൈമിൽ നമ്മുടെ ഡിസ്ട്രിക്ട് ബൈ സൊമാറ്റോ എന്ന് പറയുന്ന ആപ്പിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒരു 10 മണിക്ക് എന്തോ ടിക്കറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്തു. 1 മിനിറ്റിൽ എന്തോ ഞാൻ ക്ലിക്ക് ചെയ്തില്ല, അപ്പോഴേക്കൊക്കെ ടിക്കറ്റൊക്കെ അതിൽ ഇല്ലാണ്ടായി. സോ ബ്ലാക്കിലാണ് ടിക്കറ്റ് എടുത്തത്. നമ്മളുടെ ഒരാളുടെ ടിക്കറ്റിന് ഏകദേശം 13,000 രൂപയായി. നമ്മളുടെ ഇവിടുത്തെ ഞാനൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുണ്ടായിരുന്ന സമയത്ത് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് എനിക്ക് ടിക്കറ്റ് അറേഞ്ച് ചെയ്തിരുന്ന ഒരു പയ്യൻ. അവനിവിടെ നമ്മളെ ഹോട്ടലിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. സോ അവന് നമ്മുടെ ഹെയർ വെല്ലിൻ്റെ ഓയിലും ഷാമ്പും വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് കൊടുക്കാം. ഓക്കെ, come on bro. ஹாய், எப்படி இருக்கீங்க? நீங்கள் கேட்ட ஷாம்பு ஆயில் எல்லாமே இருக்கு. நான் ஒரு சின்ன vlog எடுத்துக்கிட்டு இருக்கேன். ஓகேவா? பரவாயில்ல. ஓகே, RCB ജേഴ്സിയൊക്കെ ഇട്ടിട്ട് ചിദംബരം സ്റ്റേഡിയത്തിൽ. ഗൈസ്, ഇവിടെ ഫുൾ തിരക്കാണ്. ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. സോ എല്ലാവരും ഗേറ്റിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ്. ഒരു 4:30 വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവർ. ഗൈസ്, അപ്പോൾ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ ബാഗൊന്നും തൂക്കിയിട്ട് വന്നാൽ അതിനുള്ളിൽ കയറ്റില്ല എന്നാണ് പറയണത്. അപ്പോൾ പവർ ബാങ്ക് കയറ്റില്ല, ഫോണും പേഴ്സും മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. ഈ ഗേറ്റിൽ കൂടെ നമ്മൾ ഉള്ളിൽ പോകാൻ പോണത്. ഇത് ഗേറ്റ് നമ്പർ 6. സോ ഇവിടെ ഒരു ചേച്ചി
അതിൻ്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ടോക്കൺ വാങ്ങിച്ച് ഇവിടെ സാധനം വെച്ചിട്ട് പോവാം. നമുക്കിപ്പോൾ വേറൊരു രക്ഷയില്ല. നമ്മൾ എന്തായാലും ഫോണും പേഴ്സും കയ്യിലെടുത്തിട്ട് നമ്മൾ ഇവിടെ ബാഗ് വെച്ചിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഓക്കെ, ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫോണിൽ ഷൂട്ട് ചെയ്യാം. നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പോകാം. ഗായ്സ്, ഇപ്പോൾ സമയം ഏകദേശം 5:30 ആവാനായി. ഇനിയും ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത്രയും ആൾക്കാർ ഇവിടെ വെയിറ്റിംഗ് ആണ് കളി കാണാൻ വേണ്ടി, ഉള്ളിൽ കയറാൻ വേണ്ടി. അപ്പോൾ ഗായ്സ് നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് കയറും. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ടിക്കറ്റാണ് അത്. അപ്പോൾ ഗായ്സ് നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞുള്ളിൽ കയറി. ഇപ്പോൾ ഡി അപ്പർ ഇക്വൈറ്റ് ബാങ്ക് ഇക്വിറ്റാസ് ബാങ്കിലാണ് നമ്മുടെ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡി ലോവർ സ്റ്റാൻഡ്. നമ്മൾ ഡി അപ്പർ സ്റ്റാൻഡിലാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഡി അപ്പർ സ്റ്റാൻഡിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന ഡി ലോവർ സ്റ്റാൻഡ്. നമ്മുടെ ടിക്കറ്റ് ഡി അപ്പർ സ്റ്റാൻഡ് ഇപ്പം എത്തും. സെഞ്ചുറി ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ പുറത്താണെങ്കിലും അകത്താണെങ്കിലും ഫുള്ള് CSK ഫാൻസാണ് കൂടുതൽ. RCB അവിടെ ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അതിലൊരാളാണ് ഇത്. N30-31. ഗായ്സ്, ഇങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു IPL മാച്ച് കാണാൻ വന്നിരിക്കുകയാണ്. നോക്കണം. വാവ്, സൺസെറ്റ് ഒക്കെ ആയിട്ട് നല്ല വ്യൂ, നല്ല അടിപൊളിയാണ് ഗൈസ്. വാവ്. നമ്മളുടെ വിരാട് കോഹ്ലി ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:30 ആയി. സ്റ്റേഡിയത്തിലേക്കൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ വരികയാണെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ധോണി റിവ്യൂ സിസ്റ്റം കാണാൻ പോവാണ്. ധോണി റിവ്യൂ കൊടുത്തിട്ടുണ്ട്. ഒരു അടിപൊളി സ്റ്റംപിങ് ആയിരുന്നു. Smart ready. We have umpire review for starting. Looking to the high speed. It's a bad injury regarding the field.
ഗായ്സ് ഭയങ്കര തിരക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഫുള്ള് തിരക്കാണ്. നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഗായ്സ് നമ്മളുടെ RCB വേഴ്സസ് CSK മാച്ച് കഴിഞ്ഞു. RCB ജയിച്ചു, 50 റൺസിന് RCB ജയിച്ചു, CSK തോറ്റു. പിന്നെ നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്ന് കളി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് സിമ്പിളായിട്ട് ഊബർ പിടിച്ചൊക്കെ വരാമെന്ന് വിചാരിച്ച അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ അന്യായിരുന്നു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ഒരു അരമണിക്കൂർ നടന്നു അല്ലേ? അരമണിക്കൂർ മേലെ നടന്നു. ഇതിപ്പോ സമയം ഒരു 12:30 ആവാനായി റൂമെത്തി. അപ്പോ എന്തായാലും സ്റ്റേഡിയത്തിൽ പോയിട്ട് കളി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് മാറി. അപ്പോ ഓക്കെ. അപ്പോ നിങ്ങളും ഇതുപോലെ നല്ല വൈബാണ്, സൂപ്പറാണ്. പിന്നെ ചെന്നൈയിൽ വന്നിട്ട് ബാംഗ്ലൂർ ജയിച്ചപ്പോൾ സൂപ്പറായിരുന്നു. പക്ഷെ ഓഡിയൻസ് അധികം ചെന്നൈ ആയതുകൊണ്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും നല്ല ശോകമായി എല്ലാവരും. പക്ഷെ അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഇത്തിരി സൈഡായിരുന്നു. അപ്പോൾ ഈ ബോൾ സ്പിന്നാവണമെന്നും സ്പിന്നാവണമെന്നൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ ഇനി ബുക്ക് ചെയ്ത് കാണാൻ പോണവർ സ്ട്രെയിറ്റ് ആയിട്ട് മറ്റേ ബാറ്റിങ് അതൊക്കെ കാണുന്ന പോലത്തെ സീറ്റ് ബുക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ വ്ളോഗ് ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നാളെ ഞങ്ങൾ പാലക്കാടിക്ക് പോകും. ബൈ.